ഹായ് വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് ആൻഡ് ദിസ് ഈസ് GS. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാറ് ഒരു സ്പെഷ്യൽ വണ്ണാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ കാറ്. ഈ കാറ് റീബിൽഡോ റീസ്റ്റോറോ മോഡിഫൈ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ചെയ്തു വെച്ചേക്കുന്ന ട്രാക്കിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാറാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഔഡി TT. ഇവിടെ വിന്റർ ആവുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ജാക്കറ്റൊക്കെ ചെറിയ രീതിയിൽ നല്ല രീതിയിൽ തണുപ്പ് വന്നു തുടങ്ങി. അതുകൊണ്ട് ഇതുപോലത്തെ മൈൽഡ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബഫർ ജാക്കറ്റും വലിയ ജാക്കറ്റൊക്കെ വേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഒഴിവാക്കിയേക്കാം. അതെ, ഒരു കാലത്ത് യൂറോപ്യൻ റോഡിന്റെ അഹങ്കാരമായിരുന്ന ഹരം കൊള്ളിച്ചുകൊണ്ടിരുന്ന ഔഡി TT. ഇതിന്റെ ഫസ്റ്റ് മോഡൽ പുറത്തിറങ്ങുന്നത്. അത് MK1. ഇതിപ്പോ അതിന്റെ 3 മോഡൽ കഴിഞ്ഞു. MK3 ആണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമുക്കറിയാലോ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ 2035 ആകുമ്പോഴത്തേക്കും ഫുൾ ഇലക്ട്രിക് ആവുകയാണ് UK. അതിന്റെ ഭാഗമായിട്ട് അതിൽ ഏറ്റവും മുൻകൈയോടെ നിൽക്കുന്നത് ഔഡിയാണ്. ഔഡിയുടെ കാർസ് എല്ലാം ഇലക്ട്രിക് ആക്കുകയാണ്. പഴയ മോഡൽസ് എല്ലാം നിർത്തുകയാണ്. അങ്ങനെ നിർത്തിയ ഒരു മോഡൽ ആണ് ഔഡി TT. ഇവിടെ ട്രാക്കിൽ യൂസ് ചെയ്യുന്ന വണ്ടികൾ ഒരുപാടൊന്നും അവർ ഓടിക്കില്ല. ഇതിലിപ്പോ 60,000 മൈലാണ് ഓടിയിരിക്കുന്നത്. 60,000 മൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ഒരു 75,000-80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 50,000 മൈൽ ഓടി കഴിയുമ്പോൾ തന്നെ, അതായത് ഒരു 65,000 മൈൽ ഓടുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള വണ്ടികൾ ട്രാക്കിൽ നിന്ന് പിന്നെ അവർ നീക്കം ചെയ്യും. പിന്നെ ഇങ്ങനത്തെ വണ്ടികൾ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, കാരണം അത് സേഫ്റ്റി റിക്വയർമെന്റ്സ് കൊണ്ടും വണ്ടിയുടെ കാലപ്പഴക്കം കൊണ്ടും ഒക്കെ ആവാം. അപ്പോൾ അങ്ങനെ വന്ന ഒരു വണ്ടിയാണ് ഇത്. ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫുൾ നമ്മുടെ സ്റ്റിയറിംഗ് വീല്. പാഡിൽ ഷിഫ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇതുണ്ടോ, പ്ലസ് മൈനസ് ഒക്കെ ഉണ്ട്. ഡിസ്പ്ലേ സ്ക്രീൻ ഇതാണ്. വേറെ സെപ്പറേറ്റ് ഡിസ്പ്ലേ സ്ക്രീൻ ഒന്നും വരുന്നില്ല. സാധാരണ കാറിലൊക്കെ നമുക്ക് ഇവിടെ ഒരു പാസഞ്ചർ ഡിസ്പ്ലേ സ്ക്രീനൊക്കെ, ക്ഷമിക്കണം, വർക്ക് ലാപ്ടോപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ലാപ്ടോപ്പായിട്ട് ഇറങ്ങിയതാണ്. ഒന്നുമില്ല, ഫുൾ ബട്ടൺസ് ആണ്. പക്ഷെ നല്ല ക്വാളിറ്റി ബട്ടൺസ് ആണ്. നമുക്കിതിൽ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാം. വേണ്ട, ഇതാണ് ഇന്റീരിയർ. 2 സീറ്റ്, കിടക്കാച്ചി ലെതർ സീറ്റാണ്. എന്തൊരു സുഖം. ബാക്കിൽ 2 സീറ്റ് ഉണ്ട്, ഒരാവശ്യമില്ല അതിൻ്റെ. ഇതാണ് ഇന്റീരിയർ. 2 സീറ്റല്ല, 4 സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റ് എന്തിനാണെന്ന് തമ്പുരാനും പോലും അറിയില്ല. വെറുതെ 4 സീറ്റർ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. കൂപ്പയാണ്. കൂപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡോർ ഉണ്ടാവുള്ളൂ. അതായത് 3 ഡോർ, ഒരെണ്ണം നമ്മുടെ ഡിക്കി, അതിനുള്ള ഇതായിരിക്കും. പിന്നെ ഉള്ളത് 2 ഡോറാണ്. ക്വാട്രോ സിസ്റ്റം ആണ്. 4 വീൽ ഡ്രൈവ് ആണ്. അതായത് 4 വീലിലേക്കും ഒരുപോലെ പവർ ചെല്ലുന്നുണ്ട്. 18 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. 2 ലിറ്റർ ടർബോ ചാർജർ 4 സിലിണ്ടർ എഞ്ചിനാണ്. 306 ഹോഴ്സ് പവറും 7 സ്പീഡ് ട്രാൻസ്മിഷനാണുള്ളത്. 0 to 62 മൈൽ പെർ അവർ വെറും 4.5 സെക്കൻഡ്സിൽ. ഇപ്പോഴും നമ്മൾ ടർബോ ചാർജർ, ഡ്യുവൽ ടർബോ ചാർജർ, മറ്റേ ചാർജർ, ഈ ചാർജർ എന്നൊക്കെ പറയാറില്ലേ, എന്താണ് ഈ ടർബോ ചാർജർ കാണിച്ചു തരാം. വാ, ഇതാണ് നമ്മുടെ എൻജിൻ. ഇത് കണ്ടോ, ട്രാക്കിൽ ഓടുന്ന വണ്ടി ആയതുകൊണ്ട് അത് സ്പെസിഫിക്കലി മാറ്റി വെച്ചാൽ നമുക്ക് അകത്തെ എൻജിൻ ബേ കാണാൻ വെളിയിൽ നിന്ന്. ഇതാ ഈ ഐറ്റം ആണ് ടർബോ. ഇത് കണ്ടോ, ആയിരിക്കുന്ന ഐറ്റം ടർബോ എന്നൂടെ കാണിച്ചു തരാൻ വ്യക്തമായിട്ട്. ഈ ഐറ്റം നമ്മുടെ എഞ്ചിനിൽ നിന്ന് പോകുന്ന ആണ് ടർബോ. കണ്ടല്ലോ, അതാണ് ടർബോ. അതാണ് ടർബോ ചാർജ് എഞ്ചിൻ എന്ന് പറയുന്നത്. ടർബോ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ടർബൈൻ, നമുക്കറിയാം ടർബൈൻ എന്ത് ചെയ്യും, നമുക്ക് വാട്ടർ ടർബൈൻ ഉണ്ട്, എയർ ടർബൈൻ ഉണ്ട്. വാട്ടർ ആണെങ്കിലും എയർ ആണെങ്കിലും കൂടുതൽ ഫ്ലോ വരാൻ വേണ്ടിയിട്ടാണ് ടർബൈൻ യൂസ് ചെയ്യുന്നത്. എയർ ആണ് കൂടുതലായിട്ട് ഫ്ലോ വരുന്നത്. കൂടുതൽ എയർ വരുമ്പോഴത്തേക്കും എഞ്ചിന്റെ കാര്യക്ഷമതയും കൂടും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇതെന്താണെന്നറിയോ, സ്പോർട്സ് കാർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടണാണത്. സംഭവം എന്താണെന്ന് മനസ്സിലായോ? കാണിച്ചു തരാം. നമ്മുടെ സ്പോയിലർ ഇപ്പോൾ ഓപ്പൺ ആവുന്ന കാണിച്ചു തരാം. നമ്മൾ ആ ബട്ടൺ ഞെക്കുമ്പോൾ കണ്ട,
നമുക്ക് ചുമ്മാ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞെക്കി അത് പൊക്കുകയും ചെയ്യാം. അല്ലാതെ ആണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ഡൈനാമിക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സ്പീഡ് അനുസരിച്ച് അത് പൊങ്ങും താഴും ചെയ്യും. ആണ് ഇതിൻ്റെ ഓരോരോ മോഡ്സ്. ഇതുണ്ടോ, എഫിഷ്യൻസി, കംഫോർട്ട്, ഓട്ടോ, ഡൈനാമിക് വരുമ്പോൾ തന്നെ വണ്ടിയുടെ പടം കണ്ടോ, പറക്കും വണ്ടി. എൻ്റെ ലൈഫിലെ ആദ്യത്തെ സൂപ്പർ കാറാണ് ഇത്. സൂപ്പർ കാർ എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നറിയില്ല, എൻട്രി ലെവൽ സൂപ്പർ കാർ. അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ഡ്രൈവ് പോയാലോ? ബാ. എൻ്റെ അമ്മേ, അയ്യോ. ഇപ്പോ ഓട്ടോമാറ്റിക്കലാണ് കിടക്കുന്നത്. ലെഫ്റ്റിലേക്ക് കട്ടി കഴിയുമ്പോഴത്തേക്കും മാനുവൽ ആവും. മാനുവൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പാഡൽ ഷിഫ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പ്ലസ് മൈനസ് അറിയാലോ, സ്പീഡ് ഗിയർ അപ്പ് ചെയ്യാനായിട്ട് പ്ലസും ഡൗൺ ചെയ്യാനായിട്ട് മൈനസും. പോവാം. ഞാൻ പറഞ്ഞ പോലെ എൻട്രി ലെവൽ സ്പോർട്സ് കാറാണ്. ഇപ്പൊ കാണിച്ചാൽ കേട്ടോ ഇതിന്റെ ലോഞ്ച് എങ്ങനെയാണ്. ഞാനിപ്പോ പാഡൽ ഷിഫ്റ്റിലാണ് ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കണേ. റോഡ് തീർന്നു, തുടങ്ങിയതും റോഡ് തീർന്നു. ഈ ഒരു പോക്കാണെങ്കിൽ എൻ്റെ അമ്മച്ചി, ഞാൻ ആദ്യമായിട്ട് കേട്ടോ, ഭയങ്കര എക്സ്പീരിയൻസ് ആണിത്. ഒരു സ്പോർട്സ് കാർ അതിൻ്റെ ഒരു എൻട്രി ലെവൽ ഇങ്ങനെയാണെങ്കിൽ സ്പോർട്സ് കാർ എന്തായിരിക്കും എന്നെനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. അമ്മാതിരി പവർ. ഉയ്യോ, എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത മെഷീനാണ്. ഭയങ്കര പവർഫുൾ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ തന്നെ ഓടിക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു ടെൻഷനുണ്ട്. കുറച്ച് നേരം എടുക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടിയായിട്ട് ഒന്ന് മെരുകിന്ന് സെറ്റ് ആവാനായിട്ട്. മെരുകി എന്തോ സാധനം. ഒരുപാട് നമുക്ക് ആഗ്രഹമുണ്ട് ഇതുപോലത്തെ ഒരു സ്പോർട്സ് കാർ കിട്ടി കഴിയുമ്പോഴത്തേക്കും അത് വെച്ച് ഡോണറ്റ് ചെയ്യണം, ബേൺ ഔട്ട് ചെയ്യണം. ഇന്നത് ഞാൻ ചെയ്തിരിക്കും. എൻ്റെ പൊന്നോ, ഡോണറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. ആദ്യമായിട്ടായിരുന്നു എക്സ്പീരിയൻസ്. ഒരു രക്ഷയില്ല, ഫുൾ പവറാണ് വണ്ടിക്ക്. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയത്തില്ലേ, അങ്ങനത്തെ ഒരു മുതലാണിത്. ഒരുപാട് വിശേഷങ്ങൾ ഇനി കാണാനും കേൾക്കാനും ഉണ്ട്. കേൾക്കാന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലായല്ലോ, എക്സോസ്റ്റ് തന്നെ. അത് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.